ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ നല്ലോണം മൂവ് ചെയ്യുന്നൊരു വണ്ടിയാണ് എസ്പ്രസോ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? 14-17 റേഞ്ച് മൈലേജ് ഏകദേശം പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവുക തന്നെ, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നതിനിപ്പോൾ? 29 വരെ. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ വരുന്ന വാഹനം. അതും സീറ്റ് കവറൊക്കെ നിങ്ങൾ കാണാം. നല്ല അടിപൊളി ഇന്റീരിയർ, നല്ല വൃത്തിയുള്ള വണ്ടി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ പരിചയപ്പെടുത്തിയ സയാന ഓട്ടോ ഹബ്, ഇരട്ടിയുള്ള സയാന ഓട്ടോ ഹബിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നല്ല വിലപ്പാകത്തിൽ നിങ്ങൾക്ക് വണ്ടികൾ തരുന്നൊരു ഷോറൂമാണിത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടോളൂ, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഒരുപാട് വാഹനങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ കമൻറ്റ് ബോക്സ്. അപ്പോൾ അത് നമുക്ക് സ്വാഗതം ചെയ്യാം. ബ്രോ, സ്വാഗതം. സുഖല്ലേ? ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയുണ്ട് മൊത്തത്തിൽ? നല്ല അത്യാവശ്യം നല്ല സെയിലായതുകൊണ്ട് നമ്മൾ രണ്ടാമതൊന്ന് പുതിയ സ്റ്റോക്ക് ഇറങ്ങി. ഓക്കെ, എന്തായാലും നല്ല അടിപൊളി വിലപ്പാകത്ത് തന്നെയാണ്. അപ്പോൾ കണ്ണൂർ നമുക്ക് അങ്ങനത്തെ ഒരു ഷോറൂം കിട്ടി, അതേ പറയാമല്ലോ. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. എന്തായാലും സ്റ്റോക്ക് നോക്കാം. ഫുൾ ഓൺ വണ്ടികളുണ്ടെന്ന്? എല്ലാം ഫുള്ളാണ്. ഓക്കെ, വിലപ്പാകം കൊണ്ടാണ്, ക്വാളിറ്റി അങ്ങനത്തെ ലോക്കൽ വണ്ടികൾ അങ്ങനത്തെ ഒന്നുമല്ല, ചെറിയ റീപ്ലേസ്മെന്റ് കാര്യമൊക്കെ ഉള്ള വണ്ടികളാണ്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ക്രെറ്റ ആയിരുന്നു. 4,80,000 കൊടുത്തൊരു ക്രെറ്റ അല്ലേ? ഓക്കെ, പെട്ടെന്ന് പോയോ? അല്ല, അന്നേരം സ്പോട്ടിൽ പോയി, വീഡിയോ ഇറങ്ങിയ സ്പോട്ടിൽ പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രസ ആയിട്ടാണ് വന്നിരിക്കുന്നത്. KL14 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ഡീസലാണ്, VD ഓപ്ഷനാണ്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. മൈലേജ് ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. 19 മോഡലുണ്ട്, സിംഗിൾ ഓണർഷിപ്പാണ്. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 6 ലക്ഷമാണ്. ഇതിൻ്റെ ഓർഡർ എത്ര? 1.5 ലക്ഷം. 1,50,000 കിലോമീറ്റർ ഓടിയ ഫുൾ സർവീസ് കമ്പനി പോയതാണ്. അപ്പോൾ മേജർ കാര്യങ്ങൾ ഓക്കെ. ഇപ്പോൾ 6,50,000 ചോദിക്കുന്നത്. 6,50,000 2019 VDI ബ്രസ സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് പോയ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറാൻ ഞാൻ? ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ അല്ലേ? ഓക്കെ, അതായത് ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുൾ ലോൺ കിട്ടും. ഡീസൽ വണ്ടിയാണ്. അടുത്തൊരു 85 ഡസ്റ്ററാണ്. KL18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. നേരത്തെ കണ്ട ബ്രസേന്റെ നല്ല ടയേഴ്സ് ആണ് അല്ലേ? നല്ല ടയേഴ്സ് ആണ്. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും നോക്കാനില്ല. ഇതിന്റെ അത്യാവശ്യം നല്ല ടയേഴ്സ് ആണ്. 85% ടയേഴ്സ് ഉണ്ട് അല്ലേ? ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ മോഡലൊക്കെ? 2013 ഡീസൽ വണ്ടി. 85 ഡീസൽ 2013. ഏതാ ഓപ്ഷൻ? RXL മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. അഡീഷണൽ കാര്യമായിട്ടൊന്നും ചെയ്ത് കൂട്ടിയിട്ടില്ലല്ലോ? ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ, സർവീസ് ഉണ്ടോ? പ്രോപ്പർ കമ്പനി ഉണ്ടെന്ന് അറിയില്ല. സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞേ? തേർഡ് ഓണർ. സോറി, തേർഡ് ഓണർഷിപ്പ്. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് കിടക്കുന്നത് 2013 85 ഡീസൽ ഡസ്റ്ററാണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 2.75. 2.25 ലക്ഷത്തിന് 2013 85 ഡസ്റ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി 110 അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടോ വിളിക്കാം. ഫുൾ ലോൺ കയറും? ഫുൾ ലോൺ ചെയ്യാം. ഓക്കെ, വീണ്ടും ബ്രസ തന്നെ. KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് ബ്രോ? ഫൈസൽ ബ്രോ, ഇത് 2017 VDI ഡീസലാണ്. 17 VDI. പക്ഷേ ഇതിൽ അഡീഷണൽ നല്ല അടിപൊളി സെറ്റ് അതിൻ്റെ അലോയ്സ് ചെയ്തിട്ടില്ല. 4 പുതിയ ടയറുമാണ്. പുതിയ ടയറോ? 4 പുതിയ ടയർ. ഓക്കെ, 17 മിഡിൽ ഓപ്ഷൻ വണ്ടി. മൈലേജ് 18-20 റേഞ്ച് തന്നെ കിട്ടും. ടയർ ഭാഗങ്ങളിലേക്കൊന്നും മാറ്റാനില്ല. അലോയ്സ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പുറത്ത് കാണുമ്പോൾ സെറ്റ് ചെയ്യുന്നേ പറയൂ അല്ലേ? ഓക്കെ, പുഷ് ബട്ടൺ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ആയി. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 1 കിലോമീറ്റർ. എത്ര? 1 lakh. പ്രോപ്പർ സർവീസ്. പ്രോപ്പർ ഹിസ്റ്ററി പോയ വണ്ടിയാണിത്. നേരത്തെ കണ്ട ബ്രസയും പ്രോപ്പർ ഹിസ്റ്ററി ആയിരുന്നു. ഡസ്റ്റർ പ്രോപ്പർ ഹിസ്റ്ററി അല്ല. ഓക്കെ, ഇത് ഒരു ക്ലെയിമില്ല അല്ലേ? ഇല്ല, ക്ലെയിം. എത്ര ചോദിക്കുന്നതിന്? ഇത് 5.5 ലക്ഷം. 5,50,000 രൂപയ്ക്ക് കറക്റ്റ് 1 lakh കിലോമീറ്റർ ഓടിയ ബ്രസ ഡീസൽ VDI അലോയ്സ് അടക്കം ചെയ്ത വണ്ടി. 2017 മോഡൽ VDI ബ്രസ 5.5 ലക്ഷത്തിന് കൊണ്ടുപോകാം. ലോണ് ഫുൾ ലോൺ ചെയ്യാം. ഒന്നും പറയാനില്ല അല്ലേ? ഓക്കെ, അടുത്തതാ എസ്പ്രസോ. ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ നല്ലോണം മൂവ് ചെയ്യുന്നൊരു വണ്ടിയാണ് എസ്പ്രസോ. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2022 VXI പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ്. 2022 മാനുവൽ ഓട്ടോമാറ്റിക്കോ? മാനുവലാണ്. ഓക്കെ, ഓട്ടം 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12,000 മാത്രം. 3 വർഷം കൊണ്ട്. ലോ കിലോമീറ്റർ മുതലേ ഇപ്പോൾ 4,000 ഉണ്ടാവും.
ലോ കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. പ്രോപ്പർ പീരിയോഡിക് സർവീസ് കറക്റ്റ് പോയിട്ടുണ്ടല്ലേ. ഓക്കെ. ടയർ ഭാഗം ഒന്നും പറയില്ല, 12,000 ഓടിയ എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഓക്കെ. അലോയ്സ് കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും എല്ലാ സംഭവമുണ്ട്. ഓക്കെ. എല്ലാ ഫീച്ചേഴ്സും വരുന്ന 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. നല്ല അത്യാവശ്യം മൈലേജ് ഉണ്ട്. അതെ, 18, 19, 20 തന്നെ മൈലേജ് കിട്ടും. ഏകദേശം നല്ല മൈലേജ് കിട്ടും. പിന്നെ അത്യാവശ്യം പെർഫോമൻസും ഉണ്ട്. പറക്കും, സാധനം കൊടുത്താൽ പറക്കുന്നുണ്ട്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 3.95. 2022 വെറും 12,000 കിലോമീറ്റർ ഓടിയ VXi പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 3.95. ഈ വണ്ടി അന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 6 റേഞ്ച് ഉണ്ടാവും. ഇപ്പം ഇതിന് ഓൺ റോഡ് 6 ലക്ഷം ആ റേഞ്ച് വരുന്നുണ്ട് ഓൺ റോഡ് ഏകദേശം. അപ്പോൾ മാരുതി വണ്ടിയാണ്, ആ ഒരു ഡിപ്രിസിയേഷൻ ഉള്ളൂ. പിന്നെ ചെറിയ കിലോമീറ്റർ അല്ലേ. അപ്പോൾ പുതിയൊരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കിക്കോ. ചെറിയൊരു ടച്ചപ്പ് ഉണ്ട് ഇവിടെ അല്ലേ. ചെറിയ സ്ക്രാച്ച്. ഇത് സ്ക്രാച്ച് റബ്ബിങ് പോകില്ല അല്ലേ? സ്ക്രാച്ച് തന്നെ അല്ലേ? ഓക്കെ. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഫുൾ ഓൺ ചെയ്ത്. ഓക്കെ. അടുത്തതാ 800cc വാഹനം, KL 60 രജിസ്ട്രേഷൻ വരുന്ന, കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന ആൾട്ടോ 800 ആണ്. ഇതും 20 ആ റേഞ്ച് മൈലേജ് കിട്ടും, 20 രൂപേൻ്റെ വില കിട്ടും. ഓക്കെ. ഏതാ മോഡൽ ഇത്? 2017 മോഡൽ. 17 LX. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ ഫ്രണ്ട് ഗ്ലാസ് പറയാം. ഫ്രണ്ട് ഗ്ലാസ് ഓക്കെ. ബോണറ്റ് ആപ്രോണ് അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല, ഗ്ലാസ് മാത്രം. കമ്പനി മാറിയാണോ ഗ്ലാസ്? ഓക്കെ. സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ടയർ ബാഗ് ഉണ്ട് അത്യാവശ്യം ടയേഴ്സും ഉണ്ട്. ഓക്കെ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് 2.20. 2,20,000 രൂപയ്ക്ക് 17 മോഡൽ ഈ ഒരു ആൾട്ടോ 800 നിങ്ങൾക്ക് കൊണ്ടുപോകും. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, വേറെ വരിക്കൊന്നുമില്ല. സെക്കൻഡ് ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓൺ. അടുത്തതാ ഒരു ഡസ്റ്റർ ആണ്, KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ, 2017 മോഡൽ വണ്ടി നിങ്ങൾക്ക് 4 ലക്ഷം രൂപയ്ക്ക് കിട്ടും. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2017 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാം അല്ലേ? പെട്രോൾ ഓപ്ഷൻ ആണ്. നിലവിലെ 55,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 55,000 മാത്രം. 17 55,000 മാത്രം. ലോ കിലോമീറ്റർ ആണ്, ആ ഒരു വർഷം സംബന്ധിച്ച് ലോ കിലോമീറ്റർ ആണ്. പെട്രോളിൽ 1 ടൺ ആണ് വരിക. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഓക്കെ. ഏതാ ഓപ്ഷൻ വരുന്നത്? RXL അലോയ്സ് വരുന്നുണ്ട് അല്ലേ? ഇതിന്റെ കൂടെ തന്നെ വരുന്നല്ലോ അലോയ്സ്, കമ്പനി അലോയ്സ് തന്നെയാണ്. ഓക്കെ. നല്ല 4 ടയേഴ്സ് ഉണ്ട്, പുതിയ ടയേഴ്സ്. ഇപ്പൊ എടുത്ത പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എടുക്കുന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഈ ക്ലീന് മൊത്തം പോളിഷ് ചെയ്തിട്ട് കൊടുക്കും? ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ്, പൊടി ഇങ്ങനെ പിടിച്ചോണ്ട് കൊടുക്കും, ഹൈവേ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെന്തായാലും ക്ലിയർ ചെയ്ത് കൊടുക്കും, എല്ലാ വണ്ടിയാലും. ഓക്കെ. ഇതായാലും ക്ലിയർ ചെയ്ത് തരും, നല്ല ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് തരും വണ്ടി. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? ഇത് 4 ലക്ഷം തന്നെ ഫൈനലി. ഓക്കെ. 4 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. 2017 സിംഗിൾ ഓണർഷിപ്പ്, 55,000 കിലോമീറ്റർ ഓടിയ RXL പെട്രോൾ ഡസ്റ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? ഫുൾ ഓൺ കിട്ടും. ഓക്കെ. കമ്പനി സർവീസ് ഉണ്ട്, ഫുൾ ഓൺ ഉണ്ട്. അടുത്തത് ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി ടാറ്റ ടിഗോർ ആണ്, KL 13 വണ്ടി, കണ്ണൂർ തന്നെ രജിസ്ട്രേഷൻ. നമ്മുടെ ടിയാഗോന്റെ ഡിക്കി വരുന്നുണ്ട് അല്ലേ? സെയിം ടിയാഗോ തന്നെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2017 മോഡൽ, ഓപ്ഷൻ വരുന്നത്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, മാനുവൽ അല്ലേ? ഓക്കെ. എക്സെറ്റ് ഫുൾ ഓപ്ഷൻ മാനുവൽ വാഹനം. ഓട്ടോ എത്ര പോയി? 80,000 കിലോമീറ്റർ. 80,000 നോർമൽ ഓട്ടം തന്നെ. ഓക്കെ. ടയേഴ്സ് ഒക്കെ ഒരു ആവറേജ്, ബാക്ക് അത്യാവശ്യം. പുറകിൽ കുറച്ചുണ്ട്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ 80,000 കിലോമീറ്റർ ഓടിയ 2017 ടിഗോർ ആണ്. ടിയാഗോനെ പോലെ തന്നെ ഏകദേശം മൈലേജ് കിട്ടും. 14-17 റേഞ്ച് മൈലേജ് ഏകദേശം പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും തന്നെ. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് 3.30. 3,30,000 രൂപയ്ക്ക് 2017 ടിഗോർ ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ. ഫുൾ ഓൺ അല്ല? ഓക്കെ. അടുത്ത വണ്ടി, അടുത്തൊരു സാൻഡ്രോ ആണ്. സാൻഡ്രോ പഴയ ഷേപ്പാണ്, KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്ര ഒരു അടിപൊളി സാൻഡ്രോ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. ഇത് വെച്ചാൽ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഓക്കെ. അഡീഷണലി അലോയ്സ് 4 ചെയ്തിട്ടുണ്ട്. ഒന്നിപ്പോൾ സ്റ്റെപ്പിന് മാറ്റിയിട്ടാണ്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പുതിയ 4 ടയേഴ്സും ഉണ്ട് അല്ലേ? ഓക്കെ. ആകെ ഇതിൻ്റെ ഒരു മൈനസ് എന്ന് പറയാൻ ആ ലോഗോ ഇല്ല. ആ ലോഗോ വാങ്ങി വെച്ചാൽ മതി, അത് ചെറിയ പൈസ ഉള്ളൂ അല്ലേ? ഓക്കെ. ഹുണ്ടായുടെ ലോഗോ ഇല്ല, അതേ ഉള്ളൂ. അപ്പോൾ ഏതാ മോഡൽ ഇത്? 2007 മോഡലാണ്. 7 മോഡൽ വാഹനം. പേപ്പർ ഗ്ലാസ് 2029 വരെ നിലവിൽ പേപ്പർ. 29 വരെ. ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, 4 ഡോർ പവർ വിൻഡോ വരുന്ന വാഹനം. അതും സീറ്റ് കവറൊക്കെ നിങ്ങൾ കാണാം, നല്ല അടിപൊളി ഇന്റീരിയർ, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഓക്കെ. ഓട്ടം എത്രയാണ് കാണിക്കുന്നത്? ഉറപ്പിക്കാൻ പറ്റുമോ?
ഞാൻ അവിടെ നോക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ, അതൊക്കെ തന്നെയാണ് പഴയ വണ്ടിയല്ലേ. ഓക്കെ, എന്തായാലും മെക്കാനിക്കൽ കണ്ടീഷൻ എങ്ങനെ? പെർഫെക്റ്റ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, എല്ലാം വർക്കിംഗ് അല്ലേ? ലൈറ്റ്സ് കാര്യങ്ങൾ, ഫോണ് എല്ലാം വർക്കിംഗ് അല്ലേ? ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വർക്കിംഗ് ആണ്. AC എല്ലാം പക്ക വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിം ഇല്ല അല്ലേ? മേജർ ആയിട്ടുള്ള ഒരു ക്ലെയിം ഇല്ല. 29 വരെ പേപ്പറിലെ ഫുൾ ഓപ്ഷൻ സാൻട്രോ, അഡീഷണൽ 4 അലോയ്സ്, പുതിയ ടയേഴ്സ്, ഒന്നും ചെയ്യാനില്ല. എത്ര കൊടുക്കുക ഇത്? 65,000 രൂപയ്ക്കാണ് ഈ ഒരു സാൻട്രോ നിങ്ങൾക്ക് കിട്ടുന്നത്. ലോൺ കിട്ടൂല, മോഡലിലെ വഴക്കാണ്, വേറൊന്നുമല്ല. 65 ലോൺ ഇട്ടാൽ നഷ്ടമാണ്. 65,000 രൂപയ്ക്ക് നല്ല ക്ലീൻ പീസ് വാഹനം കൊണ്ടുപോകും അല്ലേ? ഓക്കെ, അപ്പോൾ മൈലേജ് ഒരു 11-13 റേഞ്ചിലാണ് പഴയ സാൻട്രോ ആണ്. ഓക്കെ, അടുത്ത വണ്ടി ഹ്യുണ്ടായി വെർണ, പഴയ ഷേപ്പാണ്. KL 18 വടകര രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? എന്തെങ്കിലും ഡീറ്റെയിൽ? 2009 ഡീസൽ വണ്ടി. ഡീസൽ. ഓക്കെ, പേപ്പർ എന്താ അവസ്ഥ? 2029 വരെ നിലവിലെ പേപ്പറാണ്. ഓക്കെ, കറക്റ്റ് എടുത്തിട്ടുണ്ട്. 29 വരെയുള്ള ഫുൾ പേപ്പർ. ഏതാ ഓപ്ഷൻ? ഇത് ഓപ്ഷൻ എല്ലാ സംഭവം ഉണ്ട്. അലവിൽ വെച്ച് വെച്ചിട്ടുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ. ഓക്കെ, ഹ്യുണ്ടായിലൊക്കെ പൊതുവെ ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കാറുണ്ട്. ബേസിൽ തന്നെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. എന്നാലും RC നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കണം, വിളിക്കുന്നത് ഏതാ കറക്റ്റ് ഓപ്ഷൻ എന്നല്ല. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ. ഫ്രണ്ട് ഗ്ലാസ് ബോണ്ട് മാറിയതാ. അപ്രോണോ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊന്നും മാറിയിട്ടില്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഗ്ലാസ് ബോണ്ട് തുറന്ന തന്നെ തിരിയും. കിലോമീറ്റർ എത്രയാ? 1,29. അത് ജനുവരി പറയാൻ പറ്റുമോ? പറയാൻ 2009 ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർ ആയിട്ടില്ലേ? സെക്കൻഡ് ഓണർ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ജനുവൻ പറയുന്നില്ല. കിലോമീറ്റർ 1,29 നിലവിൽ കാണിക്കുന്നുണ്ട്. പിന്നെ 18-19 റേഞ്ച് മൈലേജ് ഉണ്ട്. ഡീസലാണ്. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? 95,000-ന് ഒരു ഡീസൽ വർണ്ണ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2029 വരെ ഫുൾ പേപ്പർ അല്ലേ? ഓക്കെ, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അല്ലേ? എല്ലാ പേപ്പറും. അടുത്തത് ആൾട്ടോ 800 KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഇത് 2018 മോഡൽ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, 80,000 കിലോമീറ്റർ റൺ ചെയ്ത്. 80,000. ഓക്കെ, 18 സിംഗിൾ ഓണർ. LX. ക്ലെയിമും കാര്യമൊന്നുമില്ല. സർവീസ് ഒക്കെ എല്ലാം പക്ക. ഓക്കെ, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത്. ഓക്കെ, എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് 2.5. 2,50,000 രൂപയ്ക്ക് 2018 LXi സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. എവിടെ സെക്കൻഡ് എന്ന് പോയിട്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ലോൺ എത്ര കയറും? ഫുൾ ഓൺ കിട്ടും. ഇതാ ഒരു വലിയ വണ്ടി ഇന്നോവ KL 10 റീ ആയതായിരിക്കും അല്ലേ? എങ്ങനെയാ മോഡൽ കാര്യങ്ങളൊക്കെ? 2012 മോഡൽ. 12. ഓക്കെ, G4 മാനുവൽ. 12 മാനുവൽ G4 ആണ്. നമ്പർ ആയി കഴിഞ്ഞു. ഓട്ടോ എത്രയാണ് കാണിക്കുന്നത്? എത്രയാ? 1,90. ഉറപ്പിക്കണ്ട. കണ്ടീഷൻ എങ്ങനെ? ഓക്കെ ആണല്ലേ? ഓക്കെ, ഹൈക്രോസിന്റെ അലോയ് ചെയ്തിട്ടുണ്ട്. G4 വരുന്നില്ല. ഇതില് ഫ്രണ്ട് നല്ല ടയേഴ്സ് ഉണ്ട്. പുറകിലെ ആവറേജ് ഉള്ളൂ. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ. ഫ്രണ്ട് ഗ്ലാസ് ഒരു തട്ടുമുട്ട കേസൊന്നുമില്ല. ഗ്ലാസ് മാത്രമേ. ഓക്കെ, എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നു കേട്ടോ? ഇതിന് 4,75. 4,75,000 രൂപയ്ക്ക് 2012 കേരള നമ്പർ ആയിക്കഴിഞ്ഞ ഇന്നോവ G4 അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് 2012 G4 ഇന്നോവ 4,75-ന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ എന്താ പറയാനുള്ളത്? ഫുൾ ലോണും കയറും. ഫുൾ ലോണും കിട്ടും. അടുത്ത വണ്ടി. അടുത്തത് ഒരു ആൾട്ടോ K10 KL 13 രജിസ്ട്രേഷൻ വാഹനമാണിത്. 1000 cc വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2018 VXi. 18 VXi ഫുൾ ഓപ്ഷൻ അല്ല? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിലാണ്. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ. ഫുള്ള് കമ്പനി സർവീസ്. A to Z കമ്പനി സർവീസ്. ഫുള്ള് സർവീസ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കാണ്. ക്ലെയിമും കാര്യമൊന്നും ഇല്ല. ഓക്കെ, അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 16-19 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. 19 20 കിട്ടാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി വണ്ടി അല്ലേ? ചെറിയ സെഗ്മെന്റ് നോക്കുന്നവർക്ക് നല്ല പറ്റിയ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നതിന്? 2,60. 2,60,000 രൂപയ്ക്ക് 2018 ഫുൾ ഓപ്ഷൻ K10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ വരും. അടുത്ത വണ്ടി. അടുത്തതാ നമ്മുടെ അവസാനത്തെ വാഹനമാണ് സെലേറിയോ. ഇത് മാത്രമല്ല, വേറെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് ന്യൂ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാം കൂടി ചെയ്യാനുള്ള ഒരു ഏരിയ സെറ്റപ്പ് കിട്ടത്തില്ല അല്ലേ? മൊത്തം വണ്ടി മാറ്റാൻ പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സെലേറിയോ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 VXi സിംഗിൾ ഓണർ വണ്ടി. 17 അന്നത്തെ ഫുൾ അന്ന് ZX ഉണ്ട്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോ എത്ര പോയി? 1,10. 1,10,000 പെട്രോൾ വണ്ടിയാണ്. ഫുള്ള് കമ്പനി സർവീസ് അല്ല? ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓക്കെ, മുന്നിൽ നല്ല ടയേഴ്സാണ്. പുറകിൽ കുഴപ്പമില്ല. 60% 70% ഉണ്ട്. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല. എത്ര ചോദിക്കുന്നതിന്? ഇത് 3,25. 3,25,000 രൂപയ്ക്ക് 2017 സിംഗിൾ ഓണർഷിപ്പ് സെലേറിയോ VXi മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 14-17 റേഞ്ച് മൈലേജ് കിട്ടും. ഇതേപോലെ തന്നെ വേണേൽ വാഗണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ കാറ്റഗറി വരുന്ന വണ്ടി തന്നെയാണ്.
അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. നല്ല അടിപൊളി പ്രൈസിലാണ് ഇന്നത്തെ വണ്ടികൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചത് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങളുടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കാ വണ്ടി എടുക്കുന്നത് വെച്ചാൽ നല്ല അടിപൊളി പ്രൈസിനാണ് ഇവിടെ കിട്ടുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാല്ലേ, അടുത്ത മാസം നമുക്ക് വീണ്ടും കൂടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ബ്രോ, താങ്ക് യു, ബൈ.